ക്ഷേത്ര വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഭക്തിയുടെ നിറവിൽ ബാലമുരളി ശ്രീകൃഷ്ണ ജയന്തി മഹോത്സവം. ഞങ്ങൾ രാവിലെ 3:30 തുടങ്ങിയതാണ്. ഉച്ചയ്ക്ക് 2 മണിവരെ ഉണ്ടാവും. ഇവിടെ പ്രധാന വഴിപാടായിട്ട് തട്ട് സമർപ്പണവും നെയ്വിളക്ക് സമർപ്പണം ഒക്കെയാണ് ഇവിടെ ഉള്ളത്. പാലഭിഷേകം നേരിട്ട് ഭക്തജനങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇവിടുത്തെ ഏക പ്രത്യേകത, സവിശേഷത. അതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്കൂർ മാത്രമേ അടയ്ക്കുള്ളൂ. 3:30 തുറന്നു കഴിഞ്ഞാൽ രാത്രി 12:30 വരെ ഉണ്ടാവും. പാലക്കാട് കുന്നത്തൂർമേട് ബാലമുരളി ശ്രീകൃഷ്ണ ഭജന മന്ദിരത്തിൽ നടന്ന ശ്രീകൃഷ്ണ ജയന്തി മഹോത്സവം PN രാമദാസ്, തിരുവല്ലാമല ജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ അഷ്ടപതി ആലാപനത്തോടെ ആരംഭിച്ചു. തുടർന്ന് പാലക്കാട് G ശിവകുമാറിന്റെ നാദസ്വര കച്ചേരി നടന്നു. 9 മണിക്ക് കുനിശ്ശേരി അനിയന്മാരാർ, കോങ്ങാട് മധു, കല്ലേക്കുളങ്ങര കൃഷ്ണൻ വാര്യർ തുടങ്ങിയ പ്രഗത്ഭരായ പഞ്ചവാദ്യ കലാകാരന്മാർ നയിച്ച മേജർ സെറ്റ് പഞ്ചവാദ്യവും 9 ഗജവീരന്മാർ അണിനിരന്ന കാഴ്ചശീവേലിയും നടന്നു. ഭജന മന്ദിരത്തിൽ പുലർച്ചെ 3:30 മണി മുതൽ ഭക്തർ നേരിട്ട് ഭഗവാന് പാലഭിഷേകം നടത്തി. വൈകുന്നേരം 4 മണിയോടെ ഗജപൂജയും ആനയൂട്ടും നടന്നു. തുടർന്ന് 5:30 പഞ്ചവാദ്യത്തോടുകൂടി കോട്ടമൈതാനം സ്റ്റേഡിയം ബൈപ്പാസ് വഴി കാഴ്ചശീവേലിയും നടന്നു. രാത്രി 8:30 കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രമാണിത്വത്തിൽ 100-ലധികം കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് പഞ്ചാരിമേളത്തിനോടും 9 ഗജവീരന്മാരുടെ അകമ്പടിയോടും കൂടിയ കാഴ്ചശീവേലിയും നടന്നു.
ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് സായുജ്യം പകർന്ന നവ്യ അനുഭൂതിയായി ബാലമുരളി ശ്രീകൃഷ്ണ ജയന്തി മഹോത്സവം. ക്ഷേത്ര ന്യൂസ്, പാലക്കാട്. ക്ഷേത്ര വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.